SBI ബാങ്കിലെ ഉഭയകക്ഷി ചർച്ചകളും കരാറുകളും കൃത്യമായി നടപ്പിലാക്കാത്തതിലും ലംഘിക്കപ്പെടുന്നതിലും പ്രതിഷേധിച്ച് പണിമുടക്കിന് ആഹ്വാനം ചെയ്ത ജീവനക്കാർ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മെയ് 25-26 തീയതികളിലാണ് പണിമുടക്ക് നടത്തുന്നത്. മെസഞ്ചർമാരെ നിയമിക്കുക, ആയുധധാരികളായ ഗാർഡുകളെ നിയമിക്കുക, NPS ജീവനക്കാർക്ക് പെൻഷൻ ഫണ്ട് മാനേജറെ മാറ്റാനുള്ള അനുമതി നൽകുക, ഇന്റർ സർക്കിൾ ട്രാൻസ്ഫർ അനുവദിക്കുക, സ്ഥിരം ജോലികൾക്ക് പുറം കരാർ നൽകുന്നത് നിർത്തലാക്കുക തുടങ്ങിയ 11ഓളം ആവശ്യങ്ങളാണ് SBI ബാങ്ക് ജീവനക്കാർ ഉന്നയിക്കുന്നത്. പണിമുടക്കിന് മുന്നോടിയായി SBI പാലക്കാട് ശാഖയിലെ ജീവനക്കാർ പ്രതിഷേധിച്ചു. റോബിൻസൺ റോഡ് SBI ബാങ്കിന് മുന്നിൽ മാസ്ക് ധരിച്ചും പ്ലക്കാർഡുകളുമേന്തിയാണ് സമരം ചെയ്തത്. മതിയായ ജീവനക്കാരില്ലാത്തതും വേതനത്തിലെ അസമത്വവും ജീവനക്കാരുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതായി പ്രതിഷേധക്കാർ പറഞ്ഞു. ഈ സംഘടന ഇപ്പോൾ ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മാസം മെയ് 25-26 തീയതികളിലാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് മെസഞ്ചർ റിക്രൂട്ട്മെന്റ് ആണ്. മെസഞ്ചർ എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏത് ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള ഒരു വിഭാഗമാണ്. ആ വിഭാഗം ജീവനക്കാരുടെ നിയമനം നടന്നിട്ട് ഏകദേശം 29 വർഷങ്ങളായി. അതായത് റിക്രൂട്ട്മെന്റ് നടന്നിട്ട് 29 വർഷങ്ങളായി. നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ബാങ്ക് അത്തരത്തിലുള്ള നിയമനം നടത്തുവാൻ വേണ്ടി തയ്യാറാവുന്നില്ല. രണ്ടാമത്തേത് ആംഡ് ഗാർഡായിട്ടുള്ള ആളുകളുടെ നിയമനമാണ്. ആംഡ് ഗാർഡ് എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ആംഡ് ഗാർഡ്. അതായത് ഒരുപാട് റോബറീസ്, അതുപോലെ തെഫ്റ്റ് അറ്റംപ്റ്റ്സ്, അങ്ങനെ കസ്റ്റമർക്കും അതുപോലെ തന്നെ സ്റ്റാഫിനും ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ പബ്ലിക്കിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് ആംഡ് ഗാർഡിന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ചെസ്റ്റ് ബ്രാഞ്ചസിൽ പോലും, അതായത് കറൻസി ചെസ്റ്റ് ബ്രാഞ്ചസിൽ പോലും ആംഡ് ഗാർഡ്സ് ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അതാണ് രണ്ടാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. മൂന്നാമത്തേതെന്ന് പറയുന്നത് 2010 മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് NPS ആണ്. പഴയ പെൻഷൻ സിസ്റ്റം ഇല്ല. NPS സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ആ NPS സിസ്റ്റം, ആ NPSന്റെ ഫണ്ട് മാനേജ് ചെയ്യാൻ ഉള്ള അവകാശം നമ്മൾക്ക്, അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും നൽകണം എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജ്മെന്റ് അതിന് തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ സംസാരിക്കാൻ പാടില്ല, വായ മൂടിക്കെട്ടിയ സമരം എന്നാണ് നമ്മൾ ഈ ഒരു സമരത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലക്കാർഡിൽ നമ്മളുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ പ്ലക്കാർഡിലൂടെ നമ്മൾ പബ്ലിക്കിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കരിയർ പ്രോഗ്രഷൻ സ്കീം പരിഷ്കരണം, ക്രോസ് സെല്ലിംഗ് വഴിയുള്ള തെറ്റായ വിൽപ്പന നിർത്തണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.